ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഗ്രഷൻ അനാലിസിസ് ആണ്. അഥവാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ആക്ച്വലി ഈ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, അവിടെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ ആയിരുന്നു അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. എങ്കിൽ റിഗ്രഷൻ അനാലിസിസിലൂടെ നമ്മൾ പറയുന്നത് പ്രഡിക്ഷനാണ് അവിടെ. ഓക്കെ, അതായത് നമുക്കൊരു അൺനോൺ വാല്യൂ ഉണ്ടാവും, നോൺ വാല്യൂ ഉണ്ടാവും. ഓക്കെ, എന്താണ് അൺനോൺ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാത്തൊരു വാല്യൂ ഉണ്ടാവും, അത് നമുക്ക് അറിയുന്നൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിയുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാക്കാരം, ഇവിടെ അറിയാത്ത വാല്യൂവിനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. നോക്കാം, ഇറ്റ് മീൻസ് ദ എസ്റ്റിമേഷൻ ഓർ പ്രഡിക്ഷൻ ഓഫ് ദ അൺനോൺ വാല്യൂ ഓഫ് ദ വൺ വേരിയബിൾ ഫ്രം ദ നോൺ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. ഓക്കെ, അതായത് ഒരു വേരിയബിൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല, മറ്റൊരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, എക്സ് വൈ എന്ന രണ്ട് വേരിയബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിയുന്നുണ്ടാവും. ആ വാല്യൂ വെച്ച് നമുക്ക് വൈയുടെ വാല്യൂ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ ദാറ്റ് ആർ റിലേറ്റഡ്. അതായത് ഇത് പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ടോ അതിലധികമോ വേരിയബിൾസിനെ കുറിച്ചിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഈ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ റിഗ്രഷൻ അനാലിസിസിന് ബ്ലെയർ നൽകിയിട്ടുള്ള ഒരു ഡെഫിനേഷൻ നോക്കി വെക്കാം. മേ ബി 2 മാർക്കിന് ചോദിക്കാം, എന്ത് ഡിഫൈൻഡ് റിഗ്രഷൻ അനാലിസിസ് എന്ന് വരാം. അപ്പോൾ റിഗ്രഷൻ അനാലിസിസ് Regression analysis is a mathematical measure of the average relationship between two or more variables in terms of the original unit of data. അല്ലേ, ഇതൊരു മാത്തമാറ്റിക്കൽ മെഷറാണ് ആക്ച്വലി. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്, ടു ഓർ മോർ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്ത് യൂസ് ചെയ്തിട്ടാ, ഒറിജിനൽ യൂണിറ്റ് ഓഫ് ഡാറ്റ അല്ലേ, ആ ഇൻ ടേംസ് ഓഫ് ഒറിജിനൽ യൂണിറ്റ് ഓഫ് ഡാറ്റ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ബ്ലെയർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്കറിയേണ്ട നമ്മൾ ഫസ്റ്റ് ക്യൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് വേരിയബിൾസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേരി ചെയ്യുന്ന എന്തിനെ നമ്മൾ എന്തെന്ന് പറയും, വേരിയബിൾസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻ റിഗ്രഷൻ അനാലിസിസ് ദർ ഈസ് 2 ടൈപ്പ് ഓഫ് വേരിയബിൾസ്. റിഗ്രഷൻ അനാലിസിസിൽ എന്തുണ്ട്, 2 ടൈപ്പ് വേരിയബിൾ ആണുള്ളത്. ഓക്കെ, ഒന്നാണെന്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ദെൻ നെക്സ്റ്റ് ആണെന്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞുതരാം. ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം വരിക, ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒന്നിനെ ആശ്രയിക്കുക അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഡിപ്പെൻഡ് ഒന്നും ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ എന്താണോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, ഓക്കെ, എന്താ പറയുന്നത്, എന്താണോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്തെന്ന് പറയും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ, എന്താണോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്തെന്ന് പറയും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. നമ്മൾ പറഞ്ഞു റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, നോൺ വാല്യൂ വെച്ചിട്ട് നമ്മൾ അൺനോൺ വാല്യൂവിനോട് പ്രഡിക്റ്റ് ചെയ്യുക ഒരു എസ്റ്റിമേറ്റ് ചെയ്യുക ചെയ്യുന്ന പ്രോസസ്സിനെയല്ല ആക്ച്വലി എന്തെന്ന് പറയുക, റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്നൊരു വേരിയബിളും ഉണ്ടാവും, അറിയാത്ത വേരിയബിളും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നോൺ വാല്യൂ അൺനോൺ വാല്യൂവിലും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺനോൺ വാല്യൂ ആയിരിക്കും ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ബിക്കോസ് എന്താ, നമുക്ക് അതല്ലേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഈ നോൺ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എന്താ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ അൺനോൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തമ്മിൽ പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്, ഒരു റിലേഷൻ ഉണ്ട്. മനസ്സിലാവുന്നില്ലേ, ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സാലറിൻ്റെ കൂടെ ബോണസ് കിട്ടിയെന്ന് കരുതാം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പെൻഡിങ് ഹാബിറ്റ്സിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്രത്തോളം ചേഞ്ച് വന്നു എന്നുള്ളത് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്പെൻഡിങ് ഹാബിറ്റിൽ എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട് നമ്മളവിടെ നോക്കും അല്ലേ. എന്താണോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്, സ്പെൻഡിങ് ഹാബിറ്റാണ്. അപ്പോൾ സോ അതിനെയാണ് എന്തെന്ന് പറയുക, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുക. എന്താണോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിനെയാണ് എന്തെന്ന് പറയുക, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുക. ഇനി നമ്മളിപ്പോൾ ബോണസിൻ്റെ സ്പെൻഡിങ് ഹാബിറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ ബോണസ് എത്ര കിട്ടും നമുക്കറിയാം അല്ലേ. പക്ഷേ സ്പെൻഡിങ് ഹാബിറ്റിൽ എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സോ അതാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എന്താ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇവിടെ സ്പെൻഡിങ് ഹാബിറ്റും, ഈ ഒരു എക്സാമ്പിളിൽ സ്പെൻഡിങ് ഹാബിറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളോ ആൻഡ് ബോണസാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അതായത് ദ വേരിയബിൾ ഹൂസ് വാല്യൂസ് ഇൻഫ്ലുവൻസ്ഡ് ഓർ ഈസ് ടു ബി പ്രഡിക്റ്റഡ് ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എന്തിൻ്റെ വാല്യൂ ആണോ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ദ വേരിയബിൾ വിച്ച് ഇൻഫ്ലുവൻസസ് ദ വാല്യൂസ് ഓർ ഈസ് യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ ഈസ് കോൾഡ്. അതായത് നമ്മൾ ഈ പ്രഡിക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിനെയാണ് എന്ത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുക. ഇതിൻ്റെ എക്സാമ്പിളാണ് ഇൻകം എക്സ്പെൻഡിച്ചറൊക്കെ അല്ലേ. അതായത് നമുക്ക് ഈ ഇൻകം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകം എക്സ്പെൻഡിച്ചറും തമ്മിൽ റിലേറ്റ് ആണ്. കാരണം എന്താ, നമ്മൾ ഇൻകത്തിനനുസരിച്ചാണ്ടാവും നമ്മുടെ എക്സ്പെൻസ് അവിടെ കൂടുന്നുണ്ടാവുക. ദറ്റ് മീൻസ് നമ്മളെ സ്പെൻഡിങ് ഹാബിറ്റ് തന്നെയാണ് അവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് എത്രത്തോളം ഇൻകം വരുന്നുണ്ടാവും അതിനനുസരിച്ച് നമുക്ക് അവിടെ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും എന്താണ്, ഇവിടെ ഇൻകം എത്രയാണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഇൻകാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. എന്നാൽ എക്സ്പെൻഡിച്ചറാണ് ഇവിടെ എന്ത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ആൻഡ് ദ സെയിം ചെയ്യും ഇവിടെ വർക്ക് ടൈമും സാലറിയും തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, വർക്ക് ടൈമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ വർക്ക് ടൈം വെച്ചിട്ടല്ലേ നമുക്ക് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ടൈമാണ്. ഈ വർക്ക് ടൈം വെച്ചിട്ട് നമ്മൾ സാലറി അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ നമ്മൾ എന്തെന്ന് പറയും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്, സാലറിയാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതിലും നമ്മൾ കോറിലേഷൻ്റെ ടൈപ്സ് ഓർ കൈൻഡ്സ് ഒക്കെ പഠിച്ച പോലെ തന്നെ റിഗ്രഷനിലും ടൈപ്സ് ഒക്കെ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ്. സിമ്പിൾ റിഗ്രഷനിൽ എന്താ ഉണ്ടാവുക, അവിടെ നമുക്കറിയാം ദർ ആർ ഓൺലി 2 വേരിയബിൾസ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഒബ്റ്റെയിൻഡ് ഈസ് കോൾഡ് സിമ്പിൾ റിഗ്രഷൻ. നമുക്ക് 2 വേരിയബിൾസ് മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയുക, സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയും. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ആക്ച്വലി സിമ്പിൾ റിഗ്രഷൻ ആണ്. There are more than 2 variables and the effect of 2 or more independent variable on one dependent variable is called multiple regression. അതായത് ഇങ്ങനെ ഇവിടെ 2 അതിലധികമോ വേരിയബിൾസ് ഉണ്ടാവും. അപ്പോൾ ഇനി ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ റിഗ്രഷൻ കർവ് സ്ട്രേറ്റ് ലൈൻ ഈസ് ലീനിയർ അല്ലേ. ലീനിയർ റിഗ്രഷനിൽ എന്തായിരിക്കും, റിഗ്രഷൻ കർവ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇഫ് ദ കർവ് ഓഫ് റിഗ്രഷൻ ഈസ് നോട്ട് സ്ട്രേറ്റ് ലൈൻ ഈസ് കോൾഡ് നോൺ ലീനിയർ റിഗ്രഷൻ. റിഗ്രഷൻ കർവ് സ്ട്രേറ്റ് ലൈൻ അല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, നോൺ ലീനിയർ റിഗ്രഷൻ ആണ്. ഓക്കെ, ലൈൻ ഓഫ് ദ ബെസ്റ്റ് ഫിറ്റ് ആണ് നോക്കുന്നത്. ലൈൻ ഓഫ് ദ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ഗിവൺ ബൈവേരിയേറ്റ് ഡാറ്റ ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ്. നമുക്ക് നൽകിയിട്ടുള്ള വാല്യൂസൊക്കെ നമ്മളൊരു ഗ്രാഫിൽ എന്ത് ചെയ്യണം, പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്കാറ്റർ ഡയഗ്രാം കിട്ടും. എന്താണ് സ്കാറ്റർ ഡയഗ്രാം എന്നൊക്കെ നമ്മൾ റിലേഷൻ്റെ തുടക്കത്തിൽ പഠിച്ചതല്ലടാ. എന്താ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നി ചിതറി കിടക്കുന്ന ഒരു ഡയഗ്രാം നമ്മൾ മലയാളത്തിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് ഇങ്ങനെ ആകെ സ്കാറ്റർ ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. ദറ്റ് മീൻസ് ചിതറിയാവും കിടക്കുന്നുണ്ടാവുക. ഇഫ് ദ പോയിന്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാംസ് ആർ കോൺസെൻട്രേറ്റഡ് അറൗണ്ട് ദ സ്ട്രേറ്റ് ലൈൻ ദറ്റ് ലൈൻ ഇസ് കാൾഡ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. അതായത് നമ്മളിങ്ങനെ സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത്, പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും, ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്നായിരിക്കും പറയാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു സ്കാറ്റർ ഡയഗ്രാമാണ്. സ്കാറ്റർ ഡയഗ്രത്തിൽ നമുക്കറിയാം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്ലോട്ട് ചെയ്യും അല്ലേ. അങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ആ പ്ലോട്ടിലൂടെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലൈനിനെയാണ് എന്തെന്ന് പറയുക, ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്കാറ്റർ ഡയഗ്രാം വരച്ചു. ആ സ്കാറ്റർ ഡയഗ്രത്തിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബൈവേരിയറ്റ് ഡാറ്റാസ് നൽകിയിട്ടുള്ള ബൈവേരിയറ്റ് ഡാറ്റാസൊക്കെ നമ്മൾ അതിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കതിലൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിഗ്രഷൻ ലൈൻ ഓർ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇതോട് കൂടിയിട്ട് നമ്മൾ റിഗ്രഷൻ അനാലിസിസിൻ്റെ തിയറി പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ പ്രോബ്ലം ഏരിയാസിലോട്ടാണ് പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിതിൻ്റെ പ്രോബ്ലംസിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് കിടക്കും കേട്ടോ. ഓക്കെ, ബൈ ബൈ.